വെൽക്കം ടു നൂറാസ് മാജിക്. എല്ലാവർക്കും സുഖല്ലേ? ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരടിപൊളി കുബൂസിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. കടയിൽ നിന്നും വാങ്ങുന്ന അതേ ടേസ്റ്റിലുള്ള കുബൂസാണിത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. ആദ്യം തന്നെ ഒരു ബൗളെടുത്ത് അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ഈസ്റ്റും 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 1/4 കപ്പ് പാലും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് അതിനെ മാറ്റി വെക്കാം. ഇനി നമുക്ക് ഒരു വലിയ ബൗളെടുത്ത് അതിലേക്ക് 4 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 മുട്ട പൊട്ടിച്ചു വയ്ക്കാം. അര ടേബിൾ സ്പൂൺ ഉപ്പും കൂടി ആഡ് ചെയ്യാം. 2 ടേബിൾ സ്പൂൺ ഓയിലും. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ഈസ്റ്റും പാലും മിക്സ് ചെയ്തത് ഇതിലേക്ക് ചേർക്കാം. അല്പം വെള്ളം ചേർത്ത് നന്നായി കുഴച്ചെടുക്കാം. ഡോ നന്നായി സോഫ്റ്റായി വന്നാൽ അതിൻ്റെ മുകളിൽ അല്പം എണ്ണ തടവി 3 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇതുപോലത്തൊരു മൂടി വെച്ചിട്ടോ അല്ലെങ്കിൽ നനഞ്ഞ മുണ്ടോ ടവലോ വെച്ചിട്ടോ നമുക്കിതിനെ അടച്ചു വെക്കാം. നമ്മുടെ ഡോ നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ കുഴച്ചെടുക്കാം. ഇനി നമുക്കിതിനെ ചെറിയ ബോൾസുകളാക്കി മാറ്റിയെടുക്കാം. നമുക്ക് ഓരോ ബോൾസിനെയും പരത്തി ചുട്ടെടുക്കാം. നമ്മളങ്ങനെ എല്ലാ ബോൾസിനെയും പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെയെല്ലാം ചുട്ടെടുക്കാം. അതിനായി ഒരു ഫ്രൈ പാൻ അടുപ്പിൽ വെച്ച് നന്നായി ചൂടായാൽ അതിലേക്ക് നമ്മൾ പരത്തി വെച്ചിരിക്കുന്ന ഈ കുബൂസിനെ ഇട്ട് കൊടുക്കാം. മുകളിൽ ബബിൾസ് വന്നാൽ അതിനെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. 2-3 തവണ മറിച്ചിടുമ്പോൾ തന്നെ നമ്മുടെ കുബൂസ് നന്നായി ബോൾ പോലെ പൊങ്ങി വരും. ലൈറ്റ് ഗോൾഡൻ കളറുമായി വരും. അപ്പോൾ നമുക്കതിനെ ഒരു കാസറോളിലേക്ക് മാറ്റി വെക്കാം. ബാക്കിയുള്ള എല്ലാ കുബൂസിനെയും നമുക്ക് ചുട്ടെടുക്കാം. റോസ്റ്റ്, തന്തൂരി ചിക്കൻ ഇതുപോലത്തെ നല്ല ഐറ്റംസിൻ്റെയൊക്കെ കൂടെ കോമ്പിനേഷനായി കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കുബൂസാണ് ഇത്. ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടാതെ അടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് അത് ഓൾ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. കൂട്ടുകാർക്കെല്ലാം ഷെയറും ചെയ്ത് കൊടുക്കണേ. ലൈക്കും കമൻറ്റും ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.